നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ കേൾക്കുകയാണ് സാർ, സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കി, അത് പാകിസ്ഥാന് അതിഭീകരമായിട്ടൊരു തിരിച്ചടി നൽകാൻ പോകുന്നു എന്നൊക്കെ ആ, പലർക്കും അറിയില്ല, അല്ലെങ്കിൽ ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ താഴെയൊക്കെ കമന്റുകളായിട്ട് കാണുന്നുണ്ട്. എന്താണ് ഈ സിന്ധു നദീജല കരാർ? അത് ഇന്ത്യ റദ്ദാക്കിയാൽ പാകിസ്ഥാനെ അത് ഏത് നിലയിലായിരിക്കും ബാധിക്കുക? ഈ സിന്ധു നദി കരാർ എന്ന് പറയുന്നത് അത് ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഇത് 1960s അന്നത്തെ പാകിസ്ഥാൻ ആർമി ചീഫായ ഡിക്റ്റേറ്ററായിരുന്ന അയൂബ് ഖാനും പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ് ഇത് സൈൻ ചെയ്തത്, ഈ അഗ്രിമെന്റ്, ഇൻഡസ് വാട്ടർ ട്രീറ്റി. ഇതൊരു സൈൻ ചെയ്യാൻ കാരണം ഇൻഡസ് മാത്രമല്ല, ഭാരത്ന്ന് ഇന്ത്യയിൽ നിന്ന് ഫ്ലോ ചെയ്യുന്ന ഒരു അപ്രോക്സിമേറ്റ്ലി 6 നദികൾ, രവി, ബിയാസ്, സത്ലജ്, ഇൻഡസ്, ജീലം, ചിനാബ്. ഇതിൽ 3 നദികൾ പഞ്ചാബ് ഏരിയയിൽ നിന്ന് പാകിസ്ഥാനി പഞ്ചാബിലേക്ക് പോകും. ബാക്കിയുള്ളത് ലഡാക്കും കശ്മീരും വഴി പാകിസ്ഥാനിലേക്ക് കിടക്കും. അതിലേറ്റവും വലിയൊരു കോമ്പണന്റ് ആണ് ഈ പറഞ്ഞ മാതിരി ഇൻഡസ്, സിന്ധു നദി എന്ന് നമ്മൾ പറയുന്നത്. പാകിസ്ഥാനിൽ ഈ ട്രീറ്റി വരാൻ കാരണം പാകിസ്ഥാന്റെ കയ്യിൽ പുഴകളൊന്നും ഇല്ല. അവർക്ക് വരുന്ന റിവേഴ്സ് എല്ലാം ഇന്ത്യയുടെ സൈഡിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇത് വിഭജിച്ചപ്പോൾ, ഇന്ത്യ 1947 പാകിസ്ഥാനും ഇന്ത്യ ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ പാകിസ്ഥാനിൽ ഒരു വാട്ടർ സോഴ്സ് ഇല്ല. അവർക്ക് കുടിക്കാനുള്ള വെള്ളമോ അതോ കാർഷികത്തിനുള്ള അതിനുള്ള വെള്ളമോ ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള വെള്ളം അവർക്ക് വെള്ളമില്ല. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ട്രീറ്റി വന്നത്, ഇൻഡസ് വാട്ടർ ട്രീറ്റി. ഇത് 9 കൊല്ലം നെഗോഷിയേറ്റ് ചെയ്തു. ആദ്യം പാകിസ്ഥാൻ യുണൈറ്റഡ് നേഷൻസിലേക്ക് പോയി, എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു വാട്ടർ സോഴ്സ് ഇല്ല, എന്തെങ്കിലും ചെയ്യണം, ഇന്ത്യയുടെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ UN സജസ്റ്റ് ചെയ്തത് വേൾഡ് ബാങ്കിനെയായിരുന്നു. എനിക്കറിവിടെ ഇതിൽ വേൾഡ് ബാങ്കിന് എന്ത് റോളായിരുന്നു, പക്ഷെ എന്തായാലും വേൾഡ് ബാങ്കിന്റെ ഒരു റോൾ അതിൽ വന്നു. അങ്ങനെയാണ് 1960 ഇത് സൈൻ ചെയ്തത് അഗ്രിമെന്റ്. ഇത് ശരിക്കും പറയുന്നത് ഭാരതത്തിന് നഷ്ടമായിരുന്നു. ബിക്കോസ് പാകിസ്ഥാന്റെ 80% വെള്ളം, ഈ കിട്ടുന്ന കുടിക്കാനുള്ള വെള്ളം, ഈ പറഞ്ഞ മാതിരി അഗ്രികൾച്ചറിനുള്ളതും ബാക്കിയുള്ളതെല്ലാം ഈ ട്രീറ്റിയിൽ നിന്നാണ് വരുന്നത്. എസ്പെഷ്യലി പഞ്ചാബ് ആൻഡ് സിന്ധ് പ്രോവിൻസിലേക്ക് പോകുന്നത്, അവിടെയുള്ള കാർഷിക ഇതിനും അവിടെ കുടിക്കാനുള്ള വെള്ളത്തിനും കുടിവെള്ളത്തിനുള്ള മെയിൻ സോഴ്സ് ആണ് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് വരുന്നത്. ഇതൊരു ഇക്വിറ്റബിൾ ഷെയറിംഗ് എന്ന് പറയാൻ പറ്റും, പക്ഷെ ഇക്വിറ്റബിൾ അല്ല. നമ്മുടെ അവിടുന്ന് പോണ വെള്ളം നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. ഒരു ഡാം പണിതോ എന്തെങ്കിലും വെള്ളം തടഞ്ഞു നിർത്താൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞ വെള്ളത്തിന് എന്ത് ചെയ്യും? അതിന് വിടേണ്ട വരും നമുക്ക് എന്തായാലും. നമ്മുടെ ഇടുക്കി ഡാം എടുത്തോളാം, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ എടുത്തോളാം. ഒരിക്കലും വെള്ളം ഒരു മഴക്കാലത്തെ വല്ലതും വന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്കത് വെള്ളം വിട്ടേ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ ഇലക്ട്രിസിറ്റി എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കുന്നു. പാകിസ്ഥാനുള്ള ഈ ഏരിയയിൽ നമ്മൾ കാണുന്ന ഈ 47 ഞാൻ പറഞ്ഞ മാതിരി 48 ഇന്ത്യ ഈ ഇപ്പൊ ചെയ്ത മാതിരി വെള്ളങ്ങൾ നിർത്തി പാകിസ്ഥാനിലുള്ള ഈ 5 നദികളിൽ നിന്നുള്ള 6 നദികളുടെ വെള്ളം നിർത്തി, മെയിൻലി ഈ ഇൻഡസ് എന്നുള്ള വെള്ളം പാകിസ്ഥാനിലേക്ക് വിട്ടു നിർത്തി. അപ്പോഴാണ് പാകിസ്ഥാൻ പാനിക്കായിട്ട് UN പോയത്. ഞാൻ ഇപ്പൊ പറഞ്ഞൊരു കാര്യമൊക്കെ നടന്നത്. ഇപ്പോഴത്തെ സസ്പെൻഷനിൽ എന്താവാൻ പോകുന്നത് എന്നാണ് ഇപ്പൊ മെയിൻ ആയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ കുത്തുവാളെടുക്കും. ബിക്കോസ് പാകിസ്ഥാനിന്ന് ഇൻഡസിന്റെ വെള്ളം നിർത്തിക്കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ 60% വരെയുള്ള കാർഷിക ഉപയോഗത്തിനുള്ള വെള്ളം, ഇത് കുടിക്കാനുള്ള വെള്ളം എല്ലാം നിന്നു പോകും. ഇതാണ് ഇപ്പോൾ ഉണ്ടാവാൻ പോകുന്നത്. ബിക്കോസ് ഈ ജീലം, ചെനാബ്, രവി, സത്ലജ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ പ്രിൻസിപ്പൽ വാട്ടർ സോഴ്സ് ആണ്. ഇതൊക്കെ അത് ലിറ്ററലി മില്യൺസ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ ട്രീറ്റി നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ 80% പാകിസ്ഥാന്റെ വെള്ളത്തിന്റെ ഫ്ലോ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള, എസ്പെഷ്യലി പഞ്ചാബ് ആൻഡ് സിന്ധ് ഞാൻ പറഞ്ഞ മാതിരി ഈ ട്രീറ്റിയിൽ നിന്നാണ് വരുന്നത്. അതിലിപ്പോ ഈ സഡനിൽ ആലോചിച്ച് നോക്കുക, 80% വരുന്ന നിങ്ങളുടെ കാർഷികത്തിനും കുടിക്കാനുള്ള വെള്ളത്തിനും വരുന്ന വെള്ളം രാത്രി ആയിരിക്കും നിർത്തിക്കഴിഞ്ഞാൽ എവിടെ പോവും? വെള്ളം ഉണ്ടാക്കാൻ പറ്റില്ല, തയ്യാറാക്കാൻ പറ്റില്ല. ഇൻഫാക്ട് പാകിസ്ഥാന്റെ അഗ്രികൾച്ചർ സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ 23% പാകിസ്ഥാന്റെ അഗ്രികൾച്ചർ ഇൻകം അഗ്രികൾച്ചർ എന്നാണ്. അതേമാതിരി 68% ഇവരുടെ റൂറൽ ഇൻഹാബിറ്റൻസ്, റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ വെള്ളം വരുന്നത് ഈ ട്രീറ്റിയിൽ നിന്നാണ്. ഈ ട്രീറ്റിയിൽ നിന്ന് വരുന്ന ഓരോ നദിയിൽ നിന്ന് വരുന്ന വെള്ളമാണ് വരുന്നത്. ഈ ഇൻഡസ് ബേസിൻ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ 153 മില്യൺ ഏക്കർ ഫീറ്റ് വെള്ളമാണ് ഈ സപ്ലൈ ചെയ്യുന്നത്, ഈ ബേസിൻ സപ്ലൈ ചെയ്യുന്നത്. അത് നിർത്തിക്കഴിഞ്ഞാൽ, രാത്രി നിർത്തിക്കഴിഞ്ഞാൽ മോദി ചെയ്ത മാതിരി ഒരു ബോംബോ ഒരു തോക്കോ ഒരു മിസൈലോ ഒന്നും ചെയ്യാണ്ട് തന്നെ പാകിസ്ഥാന്റെ മേലെ വലിയൊരു ബോംബ് വീണു. ഇതിനെപ്പറ്റി കുറച്ച് കാലമായിട്ട് ഈ പറഞ്ഞ മാതിരി
മോദി ഗവൺമെന്റ് വന്നപ്പോൾ തൊട്ട് ഇത് റീനെഗോഷിയേറ്റ് ചെയ്യണമെന്ന് പാകിസ്ഥാന് കുറെ കത്തുകൾ അയച്ചു. പക്ഷെ പാകിസ്ഥാൻ അതൊന്ന് കൂട്ടായി, പാകിസ്ഥാൻ അതൊക്കെ ഇഗ്നോർ ചെയ്തു. എന്ത് ചെയ്യും ഇന്ത്യ, മാക്സ് എന്ത് ചെയ്യും? ഇപ്പോൾ ഇന്നലെ അത് അവർ പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണ് നിർത്തുക വെള്ളം, അങ്ങനെ നിർത്താൻ പറ്റില്ലല്ലോ എന്ന്. പക്ഷെ നിർത്തിക്കഴിഞ്ഞാൽ ഇതാണ് ഉണ്ടാവാൻ പോകുന്നത്. ഈ പറഞ്ഞ മാതിരി ഈ കൺട്രിയുടെ അവിടെ പാകിസ്ഥാന്റെ വാട്ടർ ഷോർട്ടേജിന്റെ മെയിൻ കപ്പാസിറ്റി ഉള്ളത് 2 ഡാം, മംഗളയും തർബേലയും എന്നുള്ള ഡാമുണ്ട്. ഒരു 114 MAF ആണ് അതിന്റെ വെള്ളത്തിന്റെ കപ്പാസിറ്റി. 10% പാകിസ്ഥാന്റെ ആനുവൽ വാട്ടർ ഷെയർ വരുന്നത് ഈ ട്രീറ്റിൽ നിന്നാണ്. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഇത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു പ്രോബ്ലത്തേക്കാണ് പോകാൻ പോകുന്നത്. ഈ ടാപ്പ് അടയ്ക്കുന്ന മാതിരിയാണ്. ഒരു ബക്കറ്റ് വെച്ചിട്ട് ടാപ്പ് അടച്ചു കഴിഞ്ഞാൽ ബക്കറ്റിൽ വെള്ളമില്ല. ഞാൻ ഈ ഇൻഡസ് റിവറിനെ കണ്ടക്കുന്നത് എവിടെയാണ്, നമ്മുടെ ലഡാക്കിൽ വെച്ചിട്ടാണ്. ലഡാക്ക് ഏരിയയിലാണ് ഇതിന്റെ ഒരു ഫ്ലോ കാണാൻ പറ്റുന്നത്. സംസ്കാർ ഏരിയ എന്ന്, ഈ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോ ആണ്. ആ വെള്ളം വന്നിട്ട് അത് വരുന്നത് തിബറ്റിൽ നിന്നാണ് വരുന്നത്. ആക്ച്വലി അത് ടച്ച് ചെയ്ത് പോകുന്നതും കുറെ ഭാഗം ചൈനയുടെയും കുറച്ച് ഭാഗം അഫ്ഗാനിസ്ഥാനെയും ടച്ച് ചെയ്തിട്ടുണ്ടാവും പിന്നെ പോകുന്നു. അപ്പൊ ഈ പറഞ്ഞ മാതിരി അന്ന് പൽഗാമിൽ നടന്ന ടെറർ അറ്റാക്കിൽ നമ്മുടെ 26 പേരെ കൊന്ന് പാകിസ്ഥാന്റെ ഭീകരക്കുള്ള നല്ലൊരു തിരിച്ചടിയാണത്. ഒരു ബോംബ് ഇടാണ്ട്, ഞാൻ പറഞ്ഞ ഒരു മിസൈൽ അറ്റാക്ക് നടത്താണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യ പാകിസ്ഥാനെ ശരിക്കും പാഠം പഠിപ്പിച്ചു. ഇതിൽ ശരിയാണ്. നമ്മളിത് എങ്ങനെയാണ് ഇതിനെ ഫ്യൂച്ചറായിട്ട് എടുത്തിരുന്നത്? ഇവര് പോവും, വേൾഡ് ബാങ്കിന്റെ അടുത്ത് പോവും, UN പോവും, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പോട്ടെ, നോ പ്രോബ്ലം. എവിടെ വേണമെങ്കിൽ പോട്ടെ. എവിടെ പോയാലും ഇവർക്ക് നീതി കിട്ടാൻ പോകുന്നില്ല. ബിക്കോസ് ഇവർ ചെയ്ത കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി 60-ൽ സൈൻ ചെയ്ത ഈ അഗ്രിമെന്റ് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് ഇപ്പോൾ റിവോക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ പറഞ്ഞ മാതിരി മോദിജി പറഞ്ഞു ബ്ലഡ് ആൻഡ് വാട്ടർ കനോട്ട് ഫ്ലോ ടുഗദർ. അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള കോമ്പണന്റ് ആണ്. അതാണ്, രക്തവും വെള്ളം ഒരുമിച്ച് ഒഴുകാൻ പറ്റില്ല, അത് നിർത്തിയേ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റി ശരിക്കൊരു ട്രംപ് കാർഡായിരുന്നു ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്നത്. പാകിസ്ഥാൻ ശരിക്കിപ്പം ഈ പറഞ്ഞ മാതിരി കുത്തുവാളെടുക്കും. പാകിസ്ഥാൻ കരഞ്ഞുകൊണ്ട് ഇപ്പം ഇന്ത്യയുടെ അടുത്തേക്ക് വരും, എന്തെങ്കിലും ചെയ്യണം ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് അവിടെ ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ ഓൾറെഡി വല്ലാത്തൊരു മേജർ ഇഷ്യൂ എന്നാണ്. അവിടെ കുറെ പ്രോവിൻസസ് ഉണ്ട്, നമുക്കറിയാലോ, ബലൂചിസ്ഥാൻ ഉണ്ട്, വസീറിസ്ഥാൻ ഉണ്ട്, ഖൈബർ പഖ്തൂൺഖ്വ ഉണ്ട്. ഇവരൊക്കെ വെള്ളത്തിന് വളരെ വലിയ ഷോർട്ടേജ് ഉണ്ട്. അവിടെ വലിയ അടി നടക്കേണ്ട വെള്ളത്തിനുണ്ട് കുറെ കാലമായിട്ട്. പക്ഷെ ഇതും കൂടി കൂടിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇല്ലാണ്ടാവും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. മോദിജി ചെയ്തൊരു ശരിക്കൊരു പങ്കാണ്. എനിക്ക് ചിലപ്പോൾ തോന്നിയത് എന്താണ് ഇതിനു മുമ്പ് ഇത് ചെയ്യാണ്ടിരുന്നതെന്നുള്ള പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുന്നതായാലും. ബിക്കോസ് ഈ പറഞ്ഞ മാതിരി സെറ്റ്ലജ് ആയാലും ചെനാബ് ആയാലും റവി ഇതെല്ലാം വരുന്നത് പഞ്ചാബിൽ നിന്നാണ്, ജീലം എന്ന് പറയാം. പക്ഷെ ഇതിൽ ഏറ്റവും വലുതാണ് നമ്മുടെ ഈ പറഞ്ഞ മാതിരി ഇൻഡസ് വാട്ടർ. പക്ഷെ ഇത് ഇൻഡസ് വാട്ടർ ബേസിനാണ് ഇത് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു പോയിന്റിലെത്തിയിട്ട് പാകിസ്ഥാനിൽ ഇതെല്ലാം ഒറ്റ റിവറായിട്ട് മാറും, ഇൻഡസ് റിവറായിട്ട്. അവിടെയാണ് ഇവർക്ക് മേജർ വെള്ളത്തിന്റെ ഒരു കോമ്പോണന്റ് അവർക്ക് കിട്ടുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി പക്ഷെ ഇതിന് ഡാറ്റ ഷെയറിംഗ് പരിപാടി ഉണ്ടായിരുന്നു. എന്നാൽ പാകിസ്ഥാനും ഇന്ത്യയും കൂടി ഡാറ്റ ഷെയർ ചെയ്യും, നിങ്ങളുടെ അടുത്ത് എത്ര വെള്ളമുണ്ട്, നിങ്ങളുടെ അടുത്ത് എത്രയുണ്ട് എന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. ഇനി ഇന്ത്യ പറഞ്ഞേക്കണം ഞങ്ങൾ ഒരു ഡാറ്റയും ഷെയർ ചെയ്യില്ല, എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളാം. ഈ വെള്ളം വരുന്ന ഇന്ത്യയിലുള്ളപ്പോൾ തന്നെ നമുക്ക് 20% വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഇറിഗേഷനും പവർ ജനറേഷനും ട്രാൻസ്പോർട്ടും. പാകിസ്ഥാന് 16% പവർ ജനറേറ്റ് ചെയ്യുന്ന ഈ ഇൻഡസ് വാലി ഏരിയ എന്നുള്ള പുഴകളിൽ നിന്നാണ്. അത് നാളെ ഇല്ലാണ്ടാവും. അപ്പൊ ആലോചിക്കുക, പാകിസ്ഥാനിൽ കറണ്ട് ഉണ്ടാവില്ല, കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവില്ല. പാകിസ്ഥാന്റെ ഈ പറഞ്ഞ മാതിരി ആൾക്കാർ വെള്ളത്തിന് വേണ്ടി നെട്ടോട്ടോടും, എന്തായാലും സംശയമില്ല. പാകിസ്ഥാൻ ഗവൺമെന്റ് ഇതൊക്കെ ചെയ്യണതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. ഈ ടെററിസ്റ്റിനെ ബാക്ക് ചെയ്തിട്ട് പാവപ്പെട്ട ആൾക്കാർ, ഇന്ത്യയിൽ നിന്ന് പോയ ടൂറിസ്റ്റിനെ, ഹിന്ദുക്കളെ പഹൽഗാമിൽ വെച്ച് കൊന്നത്. ഇതിനു മുമ്പും കുറെ ടെറർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു മോദി ഗവൺമെന്റ് ഇന്നലെ CCSലെടുത്ത ഈ തീരുമാനം, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി, ഇത് വളരെ ഒരു ഓവർ ഡ്യൂ ആയിരുന്നു. വളരെ നല്ലൊരു മൂവാണ്. പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യും? ഒരു പാകിസ്ഥാൻ ഒരു മന്ത്രി ഇന്ന് കാലത്ത് പറയണ്ടായിരുന്നു, ഞങ്ങൾ ഇന്ത്യയുടെ ഡാമുകളെ വന്ന് ബോംബ് ചെയ്യും. അത് ചെയ്തു നോക്കട്ടെ. അപ്പൊ അവർ വിചാരം ആ ഡാം ബോംബ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ പാകിസ്ഥാനിലേക്ക് വരുന്നതാണ്. പക്ഷെ അവർക്ക് അറിയില്ല അത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന, അത് വേറെ കാര്യം. നമ്മൾ ഡാം തൊട്ട് നോക്കട്ടെ അവര്, അപ്പൊ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അവർ മേലെ എന്തൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ പറഞ്ഞ അത് ബാക്രാനങ്കലായാലും വേറെ ഏത് ഡാം ആയാലും ഇവർക്ക് തൊടാൻ പറ്റില്ല പാകിസ്ഥാൻ. മര്യാദയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം തരാം. അതാണ് ഇനി തൊട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരാൻ പോകുന്നത്.
യെസ്, അതാണ് ഇന്ത്യക്ക് പലതും ചെയ്യാൻ കഴിയും എന്നുള്ള വസ്തുത പലപ്പോഴും പാകിസ്ഥാൻ മറക്കുന്നു എന്നുള്ളതാണ് ഇത്തരം അക്രമങ്ങൾ തുടരെ വരുന്നതിന് കാരണം. പിന്നെ സുരേഷ് കൊച്ചാട്ടിൽ സാർ പറഞ്ഞതുപോലെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്താന്ന് വെച്ചാൽ, ആയുധമെടുക്കാതെ ഒരു തുള്ളി രക്തം പോലും ചിന്താതെ ഇന്ത്യ വ്യക്തമായി ശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ട്രീറ്റ് റദ്ദാക്കിയതിലൂടെ വ്യക്തമാണ് സാർ. ആൻഡ് താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.